തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും വീടുകൾ തകർന്നു. പല മേഖലകളിലും തകർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മരം വീണ് നിരവധി വീടുകൾ തകർന്നു. ചെമ്പഴന്തി ആനന്ദേശ്വരം സ്വദേശി അനിൽകുമാറിന്റെ വീട് പൂർണ്ണമായി തകർന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനിൽകുമാറും മാതാവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയൊരു കാറ്റടിച്ച സഹോദരനാണ് വിളിച്ചു പറഞ്ഞ് ഓടിക്കോളാം. അങ്ങനെ ഞങ്ങൾ എണിച്ച് നോക്കിയപ്പം ഈ സൈഡില്ല, സൈഡ് മൊത്തം കൊണ്ടുപോകും. ഞാൻ എഴിച്ചപ്പോൾ ഇല്ല, കട്ട വന്ന് എൻ്റെ കയ്യിലടിച്ച് ഞാൻ ചാടി അങ്ങനെ ഒരു വെളിയിൽ കിടന്ന് എന്നെ വിളി എന്നെ പേടിച്ചു പോയി. വർക്കല ഇടവയിൽ രണ്ടിടത്ത് മരം വീണ് വീട് തകർന്നു. വിതുരയിലും വിഴിഞ്ഞത്തും കഴക്കൂട്ടത്തും കിളിമാനൂരിലും നെടുമങ്ങാടും വിവിധ വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാപകമായി മരമൊടിഞ്ഞു വീണ് വൈദ്യുത ബന്ധം താറുമാറായി. ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിലെ പലയിടങ്ങളിലും വൈദ്യുതിയില്ല. കേശവദാസപുരത്ത് അപകടാവസ്ഥയിലിരിക്കുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. റെയിൽവേ ലൈനിലേക്ക് മരം വീണ് പ്രതിസന്ധിയിലായ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.